2401 is more closer to 2000. Okay, then we can say 2401 is rounded down to 2000. 2401 is rounded down to 2000. അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? റൗണ്ടഡ് ഡൗൺ ആണോ റൗണ്ടഡ് അപ്പ് ആണോ ചെയ്യേണ്ടതെന്ന്? ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് നോക്കുക. ഹൺഡ്രഡ്സിന്റെ ഇപ്പൊ തൗസൻഡിലേക്ക് നമുക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് നോക്കുക. അതില് ആ ഡിജിറ്റ് 5-നേക്കാളും ചെറുതാണെങ്കിൽ, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 5-നേക്കാളും ചെറുതാണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യാം? റൗണ്ടഡ് ഡൗൺ ചെയ്യാം. ഇനി ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 5 or 5-നേക്കാളും വലിയ ഡിജിറ്റ്സ് ആണെങ്കിൽ 5, 6, 7, 8, 9, 10 9 വരെയുള്ള ഡിജിറ്റ്സ് ആണെങ്കിൽ എന്താ ചെയ്യാം? റൗണ്ടഡ് അപ് ടു ദി നെക്സ്റ്റ് നമ്പർ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ നോക്കിയ 16,732. 16,732. അവിടെ 100ന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നത്? 7 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റൗണ്ടഡ് അപ്പ്. തൊട്ടടുത്ത നമ്പറിലേക്ക് റൗണ്ടഡ് അപ്പ് ചെയ്യണം. തൊട്ടടുത്ത നമ്പർ ഏതാ? It is rounded up to 17,000. 16,000ന്റെ കഴിഞ്ഞിട്ട് വരുന്ന thousands വന്നത് 17,000. So this number can be rounded up to 17,000. മനസ്സിലായോ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. Example 2. Round off the given number to the nearest 10, 100, 1000, 10,000, lakh. ആ നമ്പർ എത്രയാ? നമ്പർ എത്രയാ? 24,37,285. തന്നിരിക്കുന്ന നമ്പറിനെ ടു ദി നിയറസ്റ്റ് 10ലേക്കും 100ലേക്കും 1000ലേക്കും 10,000ലേക്കും ലാക്കിലേക്കും റൗണ്ട് ചെയ്യാം. എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും? വെയിറ്റ് 1 minute. Round off 24,37,285 to nearest 10, 100, 1000, 10,000 and lakh. Okay, I will explain. Look at your screen. എത്രയായിരുന്നു നമ്പർ? 24,37,285. ഈ നമ്പറിനെ നമുക്ക് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യണം. എങ്ങനെയാ നമ്മൾ 10ലേക്ക് റൗണ്ട് ചെയ്യാം? ടെന്നിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാ ഇവിടെ? 2 നിയറസ്റ്റ് നിയറസ്റ്റ് 10. 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാ? 10ന്റെ പ്ലേസിൽ 5 ആണോ?
10 ന്റെ പ്ലേസിൽ 8, ones-ന്റെ പ്ലേസിൽ 5, 10 ന്റെ പ്ലേസിൽ 8. 8 is greater than 5. അല്ലേ? 8 is greater than 5. So we have to round up to the next number. We have to round up to next number. ഏതാ next number വരാ? $2,37,290 ആണല്ലോ. 85 കഴിഞ്ഞിട്ട് വരുന്ന 10 ന്റെ മൾട്ടിപ്പിൾ is 90. So it is rounded up. Next number ലേക്കല്ലേ നമ്മൾ റൗണ്ട് ചെയ്യുന്നേ. So we can say it is rounded up to 24,37,290. Okay, then we have to round this number to nearest 100. Nearest 100 ലേക്ക് റൗണ്ട് ചെയ്യണം അല്ലേ? നിയറസ്റ്റ് 100 ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ 100ന്റെ പ്ലേസിൽ ഏതാ വരുന്നേ? 100ന്റെ പ്ലേസിൽ 2, right? There is 2 in the place of 100. It is less than 5, right? It is less than 5. So we have to round it down. Have to round it down to the nearest 100. The nearest 100 is 200 here. 285 അല്ലേ? Sorry. 285 ല് 10 ന്റെ പ്ലേസിൽ 8 അല്ലേ വരുന്നേ? 10 ന്റെ പ്ലേസിൽ 8 വരുമ്പോ നമ്മൾ നിയറസ്റ്റ് 100 ലേക്ക് റൗണ്ടഡ് അപ്പ് ചെയ്യും അല്ലേ? റൗണ്ടഡ് up to nearest 100. It is 285 ന് nearest 100 എന്ന് പറയുന്നത് 300. It is 300. So we can round it up to 24,37,300. To nearest 100 എന്ന് പറയുമ്പോ 285 എന്ന് പറയുന്ന നമ്പർ നമുക്ക് റൗണ്ട് ചെയ്യണ്ടേ? 285 is nearest to 300. ആണല്ലോ. മിസ്സിന് പറഞ്ഞത് മാറിപ്പോയി. 100 ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ 10ന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നേ നോക്കുക. 10ന്റെ പ്ലേസിൽ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ 5 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ റൗണ്ടഡ് അപ്പ് ചെയ്യാം. ലെസ് ദാൻ 5 ആണെങ്കിൽ റൗണ്ടഡ് ഡൗൺ ചെയ്യാം. എഡ്വിന് ഡൗട്ട് ഉണ്ടോ? എഡ്വിന് ഡൗട്ട് ഉണ്ടോ? വെയിറ്റ് 1 minute. നമ്മള് നിയറസ്റ്റ് 100 ലേക്ക് റൗണ്ട് ചെയ്യുന്നു. നിയറസ്റ്റ് 100 ലേക്ക് റൗണ്ട് ചെയ്യുമ്പോ ടെന്നിന്റെ പ്ലേസിൽ ഇവിടെ 8 ആണ് വരുന്നത്. 100 ലേക്കല്ലേ നമുക്ക് റൗണ്ട് ചെയ്യണ്ടേ? അപ്പൊ 10ന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നേ നോക്കാം. 10ന്റെ പ്ലേസിൽ 5 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റൗണ്ടഡ് അപ്പ് ചെയ്യും. തൊട്ടടുത്ത നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യും. 10ന്റെ പ്ലേസിൽ ലെസ് ദാൻ 5 ആണെങ്കിൽ തൊട്ട് മുന്നത്തെ നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? റൗണ്ടഡ് ഡൗൺ ചെയ്യും.
Okay, here at 10th place we have 8. 8 ആണ് 10 ന്റെ പ്ലേസിൽ വരുന്നത്. So we have to round up. 285 is more closer to 300, right? 285 എന്ന് പറയുന്ന നമ്പർ 300 ക്ലോസ് ആയിട്ടിരിക്കുന്നത്. So we have to round up to 24,37,300. Okay, then round off the number to nearest 1000. nearest 1000ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യണം. നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ 100ന്റെ പ്ലേസിൽ ഏത് ഡിജിറ്റ് ആ വരുന്നത് നോക്കാം. 100ന്റെ പ്ലേസിൽ ഏത് ഡിജിറ്റ് ആ വരുന്നത് നോക്കാം. Here 2 comes at the place of 100. 2 comes at the place of 100. Then 2 is less than 5. 5നെക്കാളും ചെറുതല്ലേ 2 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ടഡ് ഡൗൺ ചെയ്യണം. തൊട്ട് മുന്നത്തെ നമ്പറുമായിട്ട് നമ്മൾ റൗണ്ടഡ് ഡൗൺ ചെയ്യണം. So we have to rounded down to 24,37,000. Sorry, 24,37,000. 7,000 is the nearest 1,000 of 7,285. 100ന്റെ പ്ലേസിൽ 2 വരുന്നോണ്ട് തൊട്ടടുത്ത നമ്പറിലേക്ക് തൊട്ട് അടുത്തുള്ള തൗസൻഡ്സിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യുന്നു. അപ്പൊ ഏതായിരിക്കും തൊട്ടടുത്ത 1000? 7,285ന്റെ തൊട്ടടുത്ത തൗസൻഡ്സ് ഏതായിരിക്കും? 7,000 അല്ലേ? നമ്മൾ തൗസൻഡ്സിലേക്ക് റൗണ്ട് ചെയ്യുമ്പോ ബാക്കിയുള്ള ഡിജിറ്റ്സ് ഒക്കെ അങ്ങ് വിടും. ഈ 1000 മുതൽ ഇങ്ങോട്ടുള്ള ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്യാം. ഏതാ? 7,285. നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത് ഈ ഒരു നമ്പർ ആണ്, 7,285. ഇതിൽ നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ചെയ്യുമ്പോ 100ന്റെ പ്ലേസിൽ ഇവിടെ 2 ആണ് വരുന്നത്. 100ന്റെ പ്ലേസിൽ 2 വരുമ്പോ ഇറ്റ് ഈസ് ലെസ് ദാൻ 5. 5നെക്കാളും ചെറുതാണല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? റൗണ്ടഡ് ഡൗൺ ചെയ്യണം. ഇനി 7,285ന്റെ അടുത്ത് കിടക്കുന്ന 1000 എന്ന് പറയുന്നത് 7,000 ആണ്. 7,000ന്റെയും 8,000ന്റെയും ഇടയിലല്ലേ ഈ 7,285 വരുന്നേ? അപ്പൊ 7,285 is more closer to 7,000. So we have to round it down to 24,37,000. മനസ്സിലായോ? ഇനി to nearest 10,000. Nearest 10,000 ആണെങ്കിലോ we have to consider the digit at the place of 1000. 1000ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാ നോക്കാം. ഏതാ? 1000ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഇവിടെ 7 ആണല്ലോ. 7 അല്ലേ? 7 is greater than 5. 7 greater than 5 ആയതുകൊണ്ട് we have to round it up. 7 greater than 5 ആയതുകൊണ്ട് we have to round up the number. Rounded up to the nearest 10,000. Nearest to 10,000 ഏതായിരിക്കും? 37,285ന്റെ nearest 10,000 40,000 ആണോ? അപ്പോ we have to round it up to 24,40,000. 24,40,000. Next
nearest 1 lakh. Nearest lakh ഏതായിരിക്കും? 24 lakh in the nearest lakh. 24 lakh 37,285. It is more closer to 24 lakhs. So we can say we have to round it down to 24 lakh. മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? റൗണ്ട് ചെയ്യുന്നത് മനസ്സിലായോ? Do you have any doubt? Yes. അപ്പൊ ഇന്നത്തെ homework page number 80. അതിൽ ഒന്നല്ലേ ചെയ്തിട്ടുള്ളൂ? നിയറസ്റ്റ് 10 മാത്രമല്ലേ ചെയ്തുള്ളൂ? നിയറസ്റ്റ് 100ഉം നെക്സ്റ്റ് പേജിലുള്ള നിയറസ്റ്റ് 1000 ആ രണ്ടെണ്ണം ഹോംവർക്ക് ചെയ്യാം. എക്സസൈസ് 1.5 ബി ആൻഡ് സി. നിയറസ്റ്റ് 100ഉം നിയറസ്റ്റ് 1000ഉം. ജോസി ഹോംവർക്ക് ചെയ്താന്ന് കേട്ടോ? ഹോംവർക്ക് എന്താ അതൊന്ന് പറയാനല്ലേ? മിസ് ബി ആൻഡ് സി അല്ലേ? ആ ബിയും സിയും. പേജ് നമ്പർ 80 ആൻഡ് 81. എന്താ ഹന്ന? മിസ് ഈ റൗണ്ടിങ്ങിന്റെ ആ ലാക്കിന്റെ ഇല്ലേ ലാക്ക്? ആ അതിനപ്പോ ഏതാ നോക്കുന്നത് 5 ആയിട്ട്? ലാക്കിന്റെ നിയറസ്റ്റ് ലാക്കിന്റെ ചെയ്യുമ്പോ 10,000ന്റെ പ്ലേസിലുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം തീരാറായി. ഹോംവർക്ക് എല്ലാവരും ഇന്ന് തന്നെ ചെയ്യാം. ആകെ 8 ക്വസ്റ്റിനെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ളൂ. ഇന്ന് തന്നെ ചെയ്യാം. 8 മണിക്ക് മുന്നേ തന്നെ സെൻഡ് ചെയ്ത് തരാം. Okay, let's see in the next class. Bye. Bye, miss.